ഹായ് കൂട്ടുകാരെ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവാണ്, എന്നിരുന്നാലും എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു പ്യുവർ റെഡാണ്, അതായത് ക്രിസ്മസിനൊക്കെ നമ്മളെല്ലാവരും റെഡ് ആൻഡ് വൈറ്റ് കോംബോ ആണ് ഇടുന്നത്. അപ്പോൾ നമ്മളൊരു റെഡാണ് എടുത്തേക്കുന്നത്. മെറ്റീരിയലിൻ്റെ പേരെന്ന് പറയുന്നത് ഷിഫോൺ ആണ് മെറ്റീരിയൽ എടുത്തേക്കുന്നത്. നമ്മളൊരു ആലിയ കട്ട് കുർത്തിയാണ് തയ്ക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും തയ്ക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് തയ്ക്കാൻ പോകുന്നത്. നമ്മളിത് തയ്ക്കാനായിട്ട് ക്രേപ്പിൻ്റെ ലൈനിങ് മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലെ ഷിഫോൺ മെറ്റീരിയലൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തുടക്കക്കാരൊക്കെ ആണെങ്കിൽ യോക്ക് തയ്ക്കാനായിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ കോട്ടൺ ലൈനിങ് മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇല്ലെങ്കിൽ ഇത് തെന്നി പോകുന്ന തുണിയാവുമ്പോൾ അളവിലൊക്കെ ഒത്തിരി വ്യത്യാസം വരും. അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് അളവിലോട്ടൊക്കെ പോകാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ അളവെടുക്കുന്നത് ലൈനിങ്ങിലാണ്. കാരണം നമ്മുടെ ഷിഫോൺ മെറ്റീരിയൽ അളവെടുത്തിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് നമ്മൾ ലൈനിങ്ങെ പിടിപ്പിക്കുമ്പോഴത്തേക്ക് അളവിലൊക്കെ ഒരുപാട് വ്യത്യാസം വരും. ആ വ്യത്യാസം വരാതിരിക്കാനായിട്ട് അപ്പം നമ്മൾ ലൈനിങ്ങിലാണ് അടയാളപ്പെടുത്തുന്നത്. ആദ്യമേ തന്നെ നമ്മൾ യോക്കിനാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ യോക്കിന് വേണ്ടി നമ്മൾ ആദ്യമേ തുണി 4ആയിട്ടാണ് മടക്കിയിടുന്നത്. ആദ്യമേ 2ആയിട്ട് മടക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഒന്നുകൂടെ മടക്കിയിട്ടു. അങ്ങനെ തുണി നമ്മൾ ടോട്ടൽ 4ആയിട്ട് മടക്കിയതിന് ശേഷമാണ് നമ്മൾ യോക്കിൻ്റെ അളവെടുക്കുന്നത്. നമ്മൾ തയ്ക്കുന്ന ടോപ്പിൻ്റെ ചെസ്റ്റ് സൈസ് എന്ന് പറയുമ്പോൾ 32ആണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് നമ്മൾ 6.5 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ മാർക്ക് ചെയ്ത് 6.5 ഇഞ്ച് പോയിന്റിൽ നിന്ന് നേരെ താഴത്തോട്ട് നമ്മൾ ഒരു 6 ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മൾ അതൊന്ന് നേരെ വരച്ചും കൂടെ കൊടുക്കണം. ഇത് ഈ കാണിക്കുന്ന പോലെ കൈക്കുഴി വരച്ചതിന് ശേഷം നമ്മൾ നേരെ ഒന്ന് വരച്ച് കൊടുക്കണം. ചെസ്റ്റിൻ്റെ ലൈൻ നമ്മൾ മാർക്ക് ചെയ്യാനായിട്ടാണ് നേരെ വരച്ച് കൊടുക്കാനായിട്ട് പറയുന്നത്. അത് നേരെ വരച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്യുന്ന കഴുത്തിൻ്റെ വിട്ടാണ്. കഴുത്തിൻ്റെ വീതി എന്ന് പറയുന്നത് നമ്മൾ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുമ്പോൾ ബാക്കിൽ നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ നമ്മൾ റൗണ്ട് നെക്കാണ് വെക്കുന്നത്. ഫ്രണ്ടിൽ നമ്മൾ വി നെക്കുമാണ് വെക്കുന്നത്. അങ്ങനെ നമ്മൾ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ സ്ക്വയർ ആയിട്ട് വരച്ചിടേണ്ടതാണ്. നമ്മൾ നെക്ക് വരച്ച് കൊടുക്കുന്നതിന് മുൻപ് യോക്കിൻ്റെ ടോട്ടൽ ലെങ്ത് പറയാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ 14 ഇഞ്ചാണ് നമ്മുടെ യോക്കിന് ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ, അതായത് ഇറക്കുമെന്ന് എടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ ഏറ്റവും അടിഭാഗം നിങ്ങളെപ്പോഴും ലെവലായിട്ട് വരയ്ക്കാനായിട്ട് ശ്രമിക്കണം. ഇതുപോലെ ലെവലായിട്ട് വരച്ചതിന് ശേഷമാണ് നമ്മൾ വേസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യുന്നത്. വേസ്റ്റിൻ്റെ അളവ് നമ്മൾ തയ്യൽ തുമ്പും അതുപോലെ തന്നെ ലൂസും കൂടെ കൂട്ടി 9 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പം എക്സ്ട്രാ നമ്മൾ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പം ടോട്ടൽ നമുക്ക് 7 ഇഞ്ച് മതി. 7 ഇഞ്ചിൻ്റെ കൂടെ എക്സ്ട്രാ 2 ഇഞ്ചും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ചെസ്റ്റിന് നമ്മൾ 10 ഇഞ്ചുമാണ് മാർക്ക് ചെയ്യുന്നത്. അതായത് ടോട്ടൽ നമുക്ക് 8 ഇഞ്ച് മതി. അതിൻ്റെ കൂടെ നമ്മളൊരു 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൂട്ടി 10 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്ത പോയിന്റും വേസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്ത പോയിന്റും ഇതിൽ കാണിക്കുന്ന പോലെ നമ്മളൊന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഫ്രണ്ടിലെ നെക്ക് വരച്ച് കാണിക്കുന്നതോളം നമ്മൾ ആദ്യമേ കട്ട് ചെയ്യുന്നില്ല. അത് ക്യാൻവാസ് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ 7 ഇഞ്ചാണ് നമ്മൾ കഴുത്തിന് ഇറക്കം വെക്കുന്നത്. അപ്പോൾ ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് വെക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ അടയാളപ്പെടുത്തി കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി കർവ് സ്കെയിൽ എടുത്തതിന് ശേഷം നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ കഴുത്തും മാർക്ക് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ടിൽ ഭാഗത്തെ കൈയുടെ ഭാഗം നമ്മൾ കുഴിച്ച് വരച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാനിവിടെ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ നിങ്ങളത് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നമ്മൾ കൈ കുഴിച്ച് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ ബാക്ക് നെക്കും ഇതുപോലെ കർവ് സ്കെയിൽ ഉപയോഗിച്ച് റൗണ്ടിൽ നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ വീനക്കാ വെക്കുന്നതെന്ന് പറഞ്ഞു, അത് ജസ്റ്റ് ഇവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ക്യാൻവാസിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തുണിയിൽ വെച്ചിട്ട് തയ്ച്ചതിന് ശേഷം കട്ട് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമ്മുടെ ഷിഫോൺ മെറ്റീരിയലൊക്കെ ആയതുകൊണ്ട് തെന്നിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിലും ആദ്യമേ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമാണ് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കഴുത്തിന് ഒത്തിരി വ്യത്യാസം വരും. അതിനുശേഷം നമ്മൾ നെക്ക് ഒഴികെ ബാക്കി ഭാഗത്തെ എക്സ്ട്രാ പീസസ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ തുണി 2 പീസ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് മാറ്റണം. അതായത് ഫ്രണ്ട് പീസും ബാക്ക് പീസും മാറ്റി വെക്കണം. ഞാൻ പറഞ്ഞായിരുന്നു ഫ്രണ്ട് പീസ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ലെന്ന്. അപ്പം നമ്മൾ ബാക്കിൽ റൗണ്ട് നെക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റാവുന്നതാണ്. ബാക്ക് പീസ് അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പീസ് എന്ന് പറയുന്നത് നമ്മൾ പ്ലെയിൻ ആയിട്ട്, അതായത് ഫ്രണ്ടിൽ നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് തുണിയിരിക്കുന്നത്. ഇനി നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇത് പിടിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ
നമ്മുടെ മെയിൻ മെറ്റീരിയലായ നമ്മുടെ ഷിഫോൺ മെറ്റീരിയൽ യോക്കിന്റെ നീളത്തിലും വീതിയിലും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിന്റെ പുറത്ത് കണ്ടില്ല, ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് ലൈനിങ് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. അതിനുശേഷം കറക്റ്റ് കഴുത്തിന്റെ അവിടെയും അതുപോലെ തന്നെ കൈക്കുഴിയുടെ ഭാഗത്തും ഒക്കെ മുട്ടുസൂചി പിൻ ചെയ്ത് വെക്കണം. അതിനുശേഷം അതിന്റെ ചുറ്റിനും നമ്മൾ അടിച്ചെടുത്ത് കൊടുക്കണം. അതിനുശേഷം ആവശ്യമില്ലാത്ത തുണിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് എടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഷിഫോൺ മെറ്റീരിയലൊക്കെ കറക്റ്റ് വൃത്തിയായിട്ട് ഇരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ തുണി അതിൽ തൂങ്ങിക്കിടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിയോടെ നമുക്ക് തുണി കിട്ടും. അടുത്ത നമ്മൾ യോക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചായിരുന്നു. അതിന്റെ ഫ്രണ്ട് പീസ് അത് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് ആദ്യം മടക്കിയിടണം. അതിനുശേഷം ഏറ്റവും അടിഭാഗത്തുനിന്ന് ഒരു 4.5 ഇഞ്ച് മുകളിലോട്ട് ഇതീ കാണുന്ന പോലെ നമ്മൾ മാർക്ക് ചെയ്യണം. അതിനുശേഷം ഇതീ കാണിക്കുന്നത് പോലെ നമ്മളൊന്ന് ചെരിച്ച് മാർക്ക് ചെയ്തും കൂടെ കൊടുക്കണം. ഇതേ രീതി വരച്ചെടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തും കൂടെ മാറ്റാവുന്നതാണ്. കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് യോക്ക് ഇതേ രീതിയിലാണ് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ മെയിൻ മെറ്റീരിയലായ ഷിഫോൺ മെറ്റീരിയൽ, അതായത് ബാക്കിൽ നമ്മൾ എങ്ങനെയാണോ വെച്ചത് അതേ രീതിയിൽ തന്നെ ഇതുപോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ചുറ്റിനും മുട്ടുസൂചി പിൻ ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ അതും ഇതിൻ്റെ പുറത്തുകൂടെ ചുറ്റിനും അടിച്ചു കൊടുത്തതിന് ശേഷം എക്സ്ട്രാ പീസസ് വരുന്നതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കളയും. അതിനുശേഷമാണ് നമ്മൾ ഇതും തയ്ക്കാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂട്ടി അടിച്ചതിന് ശേഷമാണ് നമ്മൾ കഴുത്തും ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളത് വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിത് കാണിക്കുന്ന പോലെ മുട്ടുസൂചി ചുറ്റിനും പിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇതേ രീതിയിലൊന്നും ചെയ്യണ്ട. അപ്പം നിങ്ങൾ തുടക്കക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചുറ്റിനും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അരികത്ത് കൂടെ ചുറ്റിനും അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പീസും ചെയ്തെടുക്കേണ്ടതാണ്. ഫ്രണ്ട് പീസ് ചെയ്ത പോലെ തന്നെ ബാക്ക് പീസിൽ നമ്മൾ ചുറ്റിനും മുട്ടുസൂചി പിൻ ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ യോക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മൾ ബോട്ടമാണ്, അഥവാ സ്കേർട്ടിൻ്റെ അടിഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ടോട്ടൽ മെറ്റീരിയൽ 3 മീറ്ററാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ എടുക്കുന്ന ഇറക്കമെന്ന് പറയുന്നത് 39 ഇഞ്ചാണ്. നമ്മൾ അതായത് താഴത്തെ ഭാഗത്തിൻ്റെ മാത്രം ഇറക്കമാണ് ഞാൻ 39 എന്ന് പറയുന്നത്. യോക്കിൻ്റെ 15 ഇറക്കം അത് വേറെയാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ നിങ്ങൾ കൂട്ടിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ താഴ്ഭാഗത്ത് ഇല്ലെങ്കിൽ സ്കേർട്ടിൻ്റെ ഭാഗത്തെ ഇറക്കം എടുക്കാൻ പാടുള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം യോക്കിൽ നിന്ന് മിച്ചം വന്ന പീസാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് പീസിനെക്കാട്ടിലും 10 ഇഞ്ച് കൂടുതൽ തുണി വേണം നമ്മൾ ഫ്രണ്ട് പീസിൽ എടുക്കാൻ. അതായത് ബാക്ക് പീസിൽ അപ്പോൾ 10 ഇഞ്ച് കുറവായിരിക്കും. അത് നമ്മൾ എത്രയാണോ നമ്മുടെ കയ്യിലുള്ളത് ഉള്ളതിൻ്റെ 10 ഇഞ്ച് കൂടുതൽ ഫ്രണ്ട് പീസിലും 10 ഇഞ്ച് കുറവ് ബാക്കിലായിരിക്കും എടുക്കേണ്ടത്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലാണ് നമ്മൾ പ്ലേറ്റ്സ് കൂടുതൽ ഇടുന്നത്, ബാക്കിൽ പ്ലേറ്റ്സ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ 2 പീസ് തുണിയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തുണി ആദ്യമേ 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഇത് കാണിക്കുന്ന പോലെ ഏറ്റവും അരികത്തുനിന്ന് മുകളിൽ നിന്ന് താഴത്തോട്ട് 1 5 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ നേരെ കോണിലോട്ട് നമ്മളൊന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ഇതുപോലൊരു സ്കെയിൽ ഉപയോഗിച്ച് അതിന്റെ കോണിലോട്ട് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അത് ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ കുഞ്ഞു കുഞ്ഞു ഞുറിവിട്ടതിന് ശേഷമാണ് നമ്മൾ യോക്കിൽ കൊണ്ട് പിടിപ്പിക്കുന്നത്. അപ്പൊ യോക്കിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾ തുടക്കത്തിൽ ഞാൻ കാണിച്ചായിരുന്നു. അടുത്ത നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനാണ് പോകുന്നത്. സ്ലീവ് കട്ട് ചെയ്യാൻ ആദ്യമേ തന്നെ തുണി നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം മുകളിൽ നിന്ന് ഇതുപോലെ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4ആയിട്ട് മടക്കിയിട്ട് തുണിയുടെ മൊത്തം വണ്ണം 10.5 എന്ന് ഞാൻ കാണിക്കുന്നുള്ളൂ. 10.5 ഇഞ്ച് തുണി നമുക്ക് ടോട്ടൽ ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ ഇതുപോലെ ചെരിച്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് നമുക്ക് 7 ഇഞ്ച്, അതായത് കൈക്കുഴിയുടെ ചുറ്റളവെന്ന് പറയുന്നത് നമ്മൾ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എക്സ്ട്രാ നമ്മൾ 2 ഇഞ്ചും കൂടെ കൂട്ടി 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ കൈയുടെ ഏറ്റവും അടിഭാഗത്ത് നമ്മുടെ കൈയുടെ റൗണ്ട് എത്രയാണോ അത് 5 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മൾ 2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്തതിന് ശേഷം ഇത് കാണിക്കുന്ന പോലെ നമ്മൾ കുഴിച്ച് വരച്ച് കൊടുക്കേണ്ടതാണ്. അപ്പം നമ്മൾ ഏറ്റവും അടിഭാഗത്ത് മാർക്ക് ചെയ്യുന്നത് വീഡിയോ നമ്മുടെ കട്ടായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതുപോലെ കുഴിച്ച് വരച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്.
അങ്ങനെ സ്ലീവ് നമ്മൾ വരച്ചെടുത്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ യോക്കിന്റെ ഭാഗത്ത് എങ്ങനെയാണോ നമ്മൾ മെയിൻ തുണി കട്ട് ചെയ്തതിന് ശേഷം മുട്ടുസൂചി വെച്ച് പിൻ ചെയ്ത് തയ്ക്കുന്നത്, അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ സ്ലീവും നമ്മൾ തയ്ക്കുന്നത്. അപ്പം മെയിൻ തുണി നമ്മളെ സ്ലീവ് ലൈനിങ് കട്ട് ചെയ്ത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ മുട്ടുസൂചി വെച്ച് പിൻ ചെയ്താൽ മതിയായിരിക്കും. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതേ രീതി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. യോക്കിന്റെ ഫ്രണ്ട് പീസ് നമ്മൾ ചുറ്റിനും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ചുറ്റിനും അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതേ രീതിയിലാണ് കിട്ടുന്നത്. ഇനി എക്സ്ട്രാ നിൽക്കുന്ന ബാക്ക് പീസ് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യമില്ലാത്ത പീസെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല വളരെ വൃത്തിയായിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പൊ നമ്മുടെ ഇത് കണ്ടില്ലേ, നമ്മൾ എക്സ്ട്രാ പീസസ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇവത്തെ നെക്ക് പിടിപ്പിച്ച് കൊടുക്കുന്നത്. കണ്ടില്ല, അടിയിൽ ലൈനിങ്ങും ഉണ്ട്. അങ്ങനെ നമ്മൾ വൃത്തിയോടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവത്തെ നെക്കും കൂടെ പിടിപ്പിച്ച് കൊടുക്കാം. അപ്പൊ കഴുത്ത് പിടിപ്പിക്കുന്നതിന് മുൻപ് നമ്മുടെ ഫ്രണ്ട് പീസ് യോക്ക് ഇതുപോലെ രണ്ടായിട്ട് നമ്മൾ മടക്കിയിടണം. അതിനുശേഷം നമ്മൾ ഒരു 3 ഇഞ്ച്, അപ്പൊ നമ്മൾ കഴുത്തിന്റെ വീതി ബാക്ക് പീസിൽ മാർക്ക് ചെയ്ത 3 ഇഞ്ചാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ നമ്മൾ വെച്ച് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് രണ്ട് സൈഡിൽ നമ്മൾ ഇതിൽ കാണിക്കുന്ന പോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ക്യാൻവാസിൽ നമ്മുടെ വീനക്ക് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഈ 2 പോയിന്റിൽ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം അതും നമ്മൾ മുട്ടുസൂചി വെച്ച് പിൻ ചെയ്ത് വെച്ചതിന് ശേഷമാണ് തയ്ച്ചെടുക്കുന്നത്. ക്യാൻവാസിൽ നമ്മൾ വീനക്ക് കട്ട് ചെയ്ത് പിടിപ്പിച്ചതാണ് ഇതുപോലെ. അപ്പൊ ഇതുപോലെ ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്യാൻ അറിയത്തില്ലാത്തവരാണെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് അടുത്ത വീഡിയോയിൽ ഇടാവുന്നതാണ്. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്ത 2 പോയിന്റിലും ഇതുപോലെ, അതായത് ഒരു സൈഡിൽ മാർക്ക് ചെയ്ത പോയിന്റിൽ നമ്മൾ ഇതുപോലെ നെക്ക് വെച്ച് കൊടുത്തതിന് ശേഷം 2 സൈഡിൽ നമ്മൾ മുട്ട് സൂചി കുത്തി വെച്ചതിന് ശേഷം നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പൊ ഇതുപോലെ 2 സൈഡിലും നമ്മൾ മുട്ടുസൂചി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അരികത്തു കൂടെ അടിച്ചതിന് ശേഷം നമുക്ക് നെക്ക് മറച്ചെടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടുന്നതാണ്. ഫ്രണ്ട് നെക്കിൽ നമ്മൾ ക്യാൻവാസ് വെക്കുന്ന പോലെ തന്നെ നമ്മൾ ബാക്ക് നെക്കിൽ നമ്മൾ ക്യാൻവാസ് വെക്കുന്നുണ്ട്. കാരണം തീരെ കട്ടി കുറഞ്ഞ തുണി ആയതുകൊണ്ട് കീറിപ്പോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പൊ നമ്മൾ ബാക്കിൽ നമ്മൾ റൗണ്ട് നെക്കാന്ന് പറഞ്ഞു. അപ്പൊ അതേ രീതിയിൽ തന്നെ നമ്മൾ ക്യാൻവാസും കൂടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ നമുക്ക് പിടിപ്പിച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഇത് കണ്ടോ, ക്യാൻവാസ് വെച്ച് ഫ്രണ്ടിൽ നമ്മൾ വീനക്കാണ് വെച്ചത്. അപ്പൊ അത് നമ്മൾ ക്യാൻവാസ് വെച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ നമ്മൾ ബാക്കിൽ റൗണ്ട് നെക്കാന്ന് പറഞ്ഞു. അപ്പൊ അതും നമ്മൾ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ യോക്ക് ചെയ്തെടുത്ത അതേ രീതിയിൽ തന്നെ നമ്മൾ സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ലൈനിങ് അതുപോലെ തന്നെ മെയിൻ തുണിയും വെച്ച് തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ ആവശ്യമില്ലാത്ത തുണിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഏറ്റവും അടിഭാഗം നമ്മൾ മടക്കി അടിച്ചും കൂടെ എടുത്തിട്ടുണ്ട്. അടുത്ത ഞാൻ കാണിക്കുന്നത് നമ്മുടെ ബോട്ടം പാർട്ടാണ്. അപ്പോൾ ബാക്ക് പീസിനെക്കാട്ടിലും ഫ്രണ്ട് പീസിൽ 10 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടിയെടുത്തത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം നമ്മൾ മുട്ടുസൂചി വെച്ച് പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ചെരിച്ചാണ് കട്ട് ചെയ്തത്. അതുപോലെ ചെരിച്ച് കട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ഇതേ ഷേപ്പിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ അരികത്ത് കൂടെ ഒന്ന് അടിച്ചതിന് ശേഷം ആവശ്യമില്ലാത്ത പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയുമ്പോൾ വളരെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നതാണ്. അപ്പൊ അതിനുശേഷം നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് പ്ലീറ്റ്സ് എടുക്കുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതുപോലെ യോക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നതാണ് എന്തുമാത്രം തുണിയാണ് ആവശ്യമെന്ന്. അപ്പൊ ആവശ്യാനുസരണം പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം നമുക്ക് അത് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് എടുത്തതിന്റെ മുകളിൽ കൂടെ ഒരു വട്ടം അടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് യോക്കുമായിട്ട് കൂട്ടിയടിച്ചെടുക്കാവുന്നതാണ്. ഫ്രണ്ടിൽ എങ്ങനെയാണോ പ്ലീറ്റ്സ് എടുത്ത് അതുപോലെ തന്നെ യോക്ക് വെച്ചതിന് ശേഷം ബാക്കിൽ നമ്മൾ ആവശ്യത്തിന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ലൈനിങ്ങുമായിട്ട് കൂട്ടിയടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ് കട്ട് ചെയ്യുന്നത് ഞാനിവിടെ കാണിച്ചിട്ടില്ല. അത് നമ്മൾ എന്തുമാത്രം ലൈനിങ് ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്ത് തയ്ക്കാവുന്നതാണ്. അപ്പോൾ ലൈൻ കുർത്തിയൊക്കെ തയ്ക്കുന്ന രീതിയിൽ കട്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാനിതിന് ലൈനിങ് കട്ട് ചെയ്ത് പിടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിലും പറഞ്ഞാൽ മതി. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതുപോലെ ബാക്കിലെ യോക്കും വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് പ്ലീസ് എടുത്തതിന് ശേഷം നമുക്ക് അതും കൂട്ടിയടിച്ച് ഇതുപോലെ എടുക്കാവുന്നതാണ്. അങ്ങനെ ബാക്കിൽ നമ്മൾ യോക്കും അതുപോലെ തന്നെ ബോട്ടവും നമ്മൾ കൂട്ടിയടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലാണ് കിട്ടുന്നത്. വളരെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മുടെ ഫ്രണ്ട് പീസും നമ്മൾ കൂട്ടിയടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് എടുക്കുമ്പോൾ
പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് എടുക്കുമ്പോൾ അത് തേച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വൃത്തിയായിട്ട് ഇരിക്കുന്നതാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ ഫ്രണ്ട് പാർട്ട് എന്ന് പറയുന്നത് ഭയങ്കര പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കുറച്ചും കൂടെ ഭംഗി കൂട്ടാനായിട്ട് ഇതുപോലൊരു ലേസും കൂടെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിൽ നമ്മൾ പശ തേച്ചതിന് ശേഷം നമുക്ക് ഒട്ടിച്ച് വെക്കാം, ഇല്ലെങ്കിൽ സാധാ കൈത്തൈലും ചെയ്യാം, ഇല്ലെങ്കിൽ മെഷീനിലാണെങ്കിലും നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ താല്പര്യം, ഇല്ല എളുപ്പം, ആ രീതിയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ കഴുത്തിനും അതുപോലെ തന്നെ ബോട്ടമായിട്ട് ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് വേണം നമ്മൾ ലേസ് പിടിപ്പിച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലേസ് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ലേസ് പിടിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നടുക്ക് ഭാഗത്തെ ആ വിടവിൽ നിങ്ങൾക്ക് ലേസ് പിടിപ്പിച്ച് കൊടുക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി രീതിയിൽ നിങ്ങൾക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന ഇതുപോലാണ്. ഇനി നമുക്ക് 2 പീസിൻ്റെ ഷോൾഡർ തമ്മിൽ കൂട്ടിയടിച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ സ്ലീവും കൂടെ പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഷോൾഡറും കൂട്ടി അടിച്ചു, അതുപോലെ തന്നെ കൈയും കൂട്ടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈക്കൊക്കെ വണ്ണം എത്രയാണോ എടുക്കുന്നത് അതെടുത്തതിന് ശേഷം നമുക്കത് കൂട്ടിയടിച്ചെടുക്കാം. അതിന് ശേഷം ഏറ്റവും അടിഭാഗത്ത് നമുക്ക് മടക്കി അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോയി കൂട്ടിയടിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ കൂട്ടിയടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലാണ് നമ്മുടെ ടോപ്പ് ഇരിക്കുന്നത്. ഇനി ഏറ്റവും അടിഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ ഏറ്റവും അടിഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മടക്കി ഇത് കണ്ടോ, അടിഭാഗത്ത് നമ്മൾ ലൈനിങ്ങും പ്ലെയിനായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലെ മടക്കി അടിച്ചെടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർലോക്ക് ഫൂട്ടുണ്ടെങ്കിൽ, ഇതുപോലത്തെ ഫൂട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലും ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ലൈനിങ്ങിനും മെറ്റീരിയൽ നമ്മൾ ഒരേ ഇറക്കത്തിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്തേണ്ടതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.